മോളെ, ആ കല്യാണം ഞങ്ങളങ്ങ് ഉറപ്പിച്ചു കേട്ടോ. എനിക്ക് നല്ല ദേഷ്യം വന്നു. അപ്പനെന്താ പറഞ്ഞാൽ മനസ്സിലാകില്ലേ? എനിക്ക് അയാളെ വേണ്ട. ഞാൻ ചിണുങ്ങി. അവനെന്താ കുഴപ്പം മോളെ? നല്ലൊരു ജോലി, അതും ഗവൺമെന്റ് സർവീസിൽ. അത്യാവശ്യം ചുറ്റുപാടും ഉണ്ടല്ലോ. കാണാനും തരക്കേടില്ല. നല്ല സ്വഭാവമാണ്. ഞാൻ അന്വേഷിച്ചു. നിനക്കവിടെ ഒരു കുറവും ഉണ്ടാവില്ല. പിന്നെ എനിക്ക് കൂട്ടുകാരികളുടെ മുഖത്ത് നോക്കണ്ടേ? എനിക്ക് അയാളെ വേണ്ട. കെട്ടുവാണേ നല്ല ഗസറ്റഡ് പോസ്റ്റിലുള്ളവർ മതി. കൂട്ടുകാരികളുടെ മുന്നിൽ അവതരിപ്പിച്ച പൊങ്ങച്ച കഥകൾ തകരുന്നതിൽ എനിക്കൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അപ്പൻ പറഞ്ഞു, നിന്നെ നല്ല കോളേജിൽ വിട്ട് പഠിപ്പിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ് മോളെ. ഈ വീട്ടിലെ അവസ്ഥകൾ മനസ്സിലാക്കി തന്നു. ഞങ്ങളുടെ രീതിയിൽ നിന്നെ വളർത്തണമായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ, അപ്പൻ ആരോടുന്നില്ലാതെ പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല. കൂടെയുള്ള കുട്ടികളൊക്കെ വലിയ പണമുള്ള വീട്ടിലെയാണ്. ആഡംബരത്തിനും പൊങ്ങച്ചത്തിനും ഞാനും ഒട്ടും കുറവ് വരുത്തിയിരുന്നില്ല. നല്ല വസ്ത്രങ്ങളും അതിനുവേണ്ട എല്ലാ സാധനങ്ങളും എടുത്തു തരുന്നതിൽ അപ്പനും പുറകിലായിരുന്നില്ല. ബുദ്ധിമുട്ടറിഞ്ഞിട്ടില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ കലാലയ ജീവിതം മുഴുവൻ എന്തൊക്കെയോ കാണിച്ച് ഉഴപ്പി നടന്നു. ഒടുവിൽ ബിരുദത്തിന് പൊട്ടിയ പേപ്പറുകൾ ഇനി വേണം എഴുതിയെടുക്കുവാൻ. ആ സമയത്താണ് ഒരു കല്യാണാലോചന. അപ്പനും അമ്മയും കൂടെ കണ്ടെത്തിയൊരു മനുഷ്യൻ. എനിക്കെന്താ ഒരു കുറവ്? എന്റെ പിടിവാദങ്ങളൊന്നും അപ്പൻ പക്ഷെ മുഖവിലക്കെടുത്തില്ല. അങ്ങനെ ആ കല്യാണം ഉറപ്പിച്ചു. കൂട്ടുകാരെ ആരെയും ഞാൻ വിവരം അറിയിച്ചില്ല. ഉണ്ടായിരുന്ന ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്തു. അങ്ങനെ ആ കല്യാണം നടന്നു. ആദ്യ രാത്രിയിൽ അയാളെ ഞാൻ പാടെ അവഗണിച്ചു. ഏതായാലും 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ആ വീട്ടിലെ സാഹചര്യങ്ങളോട് മനസ്സുകൊണ്ട് പൊരുത്തപ്പെടാൻ എനിക്കായില്ല. സത്യത്തിൽ അമ്മയും അയാളും പാവങ്ങളായിരുന്നു. എന്തോ അഹങ്കാരം കൊണ്ട് കണ്ണുമറിഞ്ഞ് എനിക്ക് അവരെ ഉൾക്കൊള്ളുവാനായില്ല. പൊട്ടിയ പേപ്പറെല്ലാം എഴുതിയെടുക്കണമെന്നൊരു പല്ലവി വീണ്ടും ഞാൻ ആവർത്തിച്ചു. കാലം കടന്നു പോയി. മനസ്സപ്പോഴേക്കും മുരടിച്ചു തുടങ്ങിയിരുന്നു. അയാൾ ഇടയ്ക്കൊക്കെ വീട്ടിൽ വന്നു. കഴിയാവുന്നിടത്തോളം ഞാൻ അയാളെ അപ്പോഴും അവഗണിച്ചു. ഒരാങ്ങളെയുള്ളത് നന്നായി പഠിക്കുമായിരുന്നു. അവന് നല്ലൊരു ജോലിയും കിട്ടി. എനിക്ക് വേണ്ടതൊക്കെ അവനും അപ്പനും വാങ്ങിത്തരുമായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് അവന്റെ കല്യാണമായി. വലിയ വീട്ടിലെ പെൺകുട്ടി, അവന്റെ കൂടെ ജോലി ചെയ്യുന്നവൾ. ഒത്തിരി ആഘോഷത്തോടെ ആ കല്യാണം നടന്നു. ഞാൻ ആഗ്രഹിച്ചിരുന്ന ജീവിതം അവന് കിട്ടുന്നത് കണ്ടപ്പോൾ ഉള്ളിലൊരു നോവ് അനുഭവപ്പെട്ടു. നാത്തൂനും എന്നോട് വലിയ സ്നേഹമായിരുന്നു. അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തു കൊടുത്തു. പാവം കുട്ടി ജോലിക്ക് പോവല്ലേ. പെട്ടെന്നാണ് അപ്പൻ പോയത്. അതും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്. ഒന്ന് തലകറങ്ങി വീണതായിരുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു. പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. മാസീവ് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നത്രേ. ആങ്ങളയോട് അയാളെ വിളിപ്പിക്കുവാൻ അപ്പൻ ആവശ്യപ്പെട്ടു. അയാൾ വന്നപ്പോൾ ആ കൈകൾ പിടിച്ച് എന്തിനോ അപ്പൻ കരഞ്ഞു. എനിക്ക് നല്ല ദേഷ്യമാണ് വന്നത്. അയാളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അയാളുടെ കണ്ണുകളിൽ നോക്കിയാണ് അപ്പൻ വിട പറഞ്ഞത്. അപ്പന്റെ 7 കഴിഞ്ഞ് ബന്ധുക്കളൊക്കെ പോയി. അയാൾ മാത്രം അവിടെ അവശേഷിച്ചു. എന്തിനാണ് അയാൾ കാത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. 2 ദിവസമായി നല്ല പണിത്തിരക്കായിരുന്നു. അപ്പോഴാണൊന്ന് വിശ്രമിക്കുവാൻ സാധിച്ചത്. വേറെ പണിക്കാരെ ഒന്നും ആങ്ങളെ വച്ചിരുന്നില്ല. എല്ലാം ഓർഡർ കൊടുക്കുകയായിരുന്നു. അവർ വന്ന് കൃത്യസമയത്ത് ഭക്ഷണം കൊണ്ടുവന്ന് വിളമ്പിക്കൊടുത്തു. എന്നാലും വീട്ടിലെ പണികളുണ്ടായിരുന്നു. പെട്ടെന്നാണ് അമ്മ കയറി വന്നത്. നീ എന്തായി കാണിക്കുന്നത്? പകൽ ഉറങ്ങാൻ പോകുന്നു. അപ്പോൾ പിന്നെ അടുക്കളയിൽ കിടക്കുന്ന പാത്രങ്ങളൊക്കെ ആരാ കഴുകുന്നത്? അതിഥികളെല്ലാം ഇപ്പോൾ പോയതേ ഉള്ളല്ലോ. അമ്മയുടെ മുഖം ഇരുണ്ടിരുന്നു. പെട്ടെന്ന് ആങ്ങളെ കയറി വന്നു. ആഹാ, കൊച്ചമ്മ ചമഞ്ഞിരിക്കുകയാണോ? വേഗം പോയി അടുക്കള ഒതുക്കടി. ഞാൻ വേഗം ചെന്ന് പണിയെല്ലാം തീർത്തു. അപ്പോൾ അവന്റെ ഭാര്യ അവിടെ കാലുമേൽ കാലും കയറ്റി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. തിരിച്ച് മുറിയിലെത്തിയപ്പോൾ മനസ്സൊന്ന് ഇടിഞ്ഞിരുന്നു. ഇതുവരെ കാണാത്ത മുഖങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അയാൾ എല്ലാം കേട്ട് കാണും. കുറെ നേരം കരഞ്ഞു. എപ്പോഴും ഉറങ്ങി. ഉണർന്നപ്പോൾ നേരെ അടുക്കളയിൽ ചെന്നു. പുട്ടുപൊടി കുഴച്ചത് അവിടെ ഇരിക്കുന്നു. ബാക്കി എല്ലാവരും ഭക്ഷണം കഴിച്ചിരിക്കുന്നു. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്വയം ഉണ്ടാക്കി കഴിക്കണമായിരിക്കും. ഞാനാണ് അതുവരെ എന്നും രാവിലെ എല്ലാവർക്കും പ്രാതൽ ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അന്നൊന്നും പന്തിയിൽ ഞാൻ പക്ഷാഭേദം കാണിച്ചിട്ടില്ല. ഒന്നും ഉണ്ടാക്കുവാൻ നിൽക്കാതെ ഞാൻ മുറിയിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ നാത്തൂൻ ആങ്ങളയോട് പറയുന്നത് കേട്ടു. ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങളുടെ പെങ്ങൾ കഴിക്കില്ല. കെട്ടിച്ച വീട്ടിൽ ഒതുങ്ങാത്ത സാധനം. എന്നോട് വല്ലതും പറഞ്ഞാൽ ഞാൻ നല്ലത് തിരിച്ചു പറയും. കേട്ടു. പിറ്റേന്ന് വീണ്ടും അദ്ദേഹം വന്നു. വിവരങ്ങൾ അന്വേഷിച്ചിട്ട് തിരിച്ചുപോയി. വർഷം 3 ആയിരിക്കുന്നു ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ട്. ആദ്യമൊക്കെ മകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ ജോലിക്കാരിയായി മാറിയിരിക്കുന്നു. പെട്ടെന്നാണ് അമ്മ മുറിയിലേക്ക് കയറി വന്നത്. മുഖവരിയൊന്നും കൂടാതെ പറഞ്ഞു തുടങ്ങി.
നിന്നെ അപ്പനെ കൊണ്ട് ആവുന്ന നിലയിൽ അപ്പൻ പഠിപ്പിച്ചു. പഠിച്ചു നല്ല നിലയിലെത്തുവാൻ നോക്കാതെ നീ ഉഴപ്പി. ആങ്ങളെ കണ്ടു പഠിക്ക്. അന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് നല്ല നിലയിൽ തന്നെ നിന്നെ വിവാഹം കഴിപ്പിച്ചയച്ചു. അവന്റെ മനസ്സ് മനസ്സിലാക്കാതെ നീ തിരിച്ചു പോന്നു. അന്ന് അമ്മ എന്ന നിലയിൽ നിന്നെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. തിരിച്ചു പറഞ്ഞയക്കാതെ ഞാൻ തെറ്റ് ചെയ്തു. ഈ വീട്ടിൽ ഇപ്പോഴുള്ള നിന്റെ സ്ഥാനം ഇനിയെങ്കിലും നീ മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. ഇന്നത് പറഞ്ഞു തരുവാൻ ഞാനുണ്ട്. നാളെ ഞാൻ കൂടി പോയാൽ അമ്മ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. നിന്നെ സ്നേഹിച്ച് വഷളാക്കിയത് അദ്ദേഹമാണ്. കെട്ടിച്ച വീട്ടിൽ നിന്നും ഭർത്താവ് ഒന്നിച്ചു വന്ന് 2 ദിവസം നിൽക്കുമ്പോൾ കിട്ടുന്ന വില നിനക്കിവിടെ ഇപ്പോൾ അവർ തരില്ല മോളെ. അവർക്ക് നീ ഒരു ബാധ്യതയാണെങ്കിൽ നിന്റെ ഭർത്താവിന് നീ അഭിമാനമാണ്. അത് നീ മനസ്സിലാക്കണം. എനിക്ക് ചില പരിമിതികളുണ്ട്. എല്ലാം ജീവിതത്തിനും പരിമിതികളുണ്ട്. അതറിഞ്ഞ് മുന്നോട്ട് പോയാൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. അമ്മ പോയതും അദ്ദേഹം മുറിയിലേക്ക് കയറി വന്നു. നിന്നെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ നിന്റെ അപ്പൻ എൻ്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ കൊടുത്തൊരു വാക്കുണ്ട്. അദ്ദേഹം പറയാതെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ കൊടുത്ത മറുപടി. ഞാൻ അദ്ദേഹത്തെ നോക്കി. ഇനിയും സമയം വൈകിയിട്ടില്ല. നിനക്ക് എൻ്റെ കൂടെ വരാം. നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം. പഴയതെല്ലാം മറക്കാം. അദ്ദേഹത്തോടൊപ്പം ഇറങ്ങുമ്പോൾ എൻ്റെ തല താണു. അഭിമാനത്തോടെ ഒരിക്കൽ അപ്പൻ കൈപിടിച്ച് ഏൽപ്പിച്ചതാണ്. എല്ലാം എൻ്റെ തെറ്റാണ്. ഇനിയെങ്കിലും ഞാൻ എന്നെ തിരുത്തണം. അമ്മയോട് യാത്ര പറഞ്ഞു. അപ്പോൾ മനസ്സിലൊന്ന് ഉറപ്പിച്ചിരുന്നു. പൊട്ടിപ്പോയ പേപ്പറുകളെല്ലാം എഴുതിയെടുത്ത് നല്ലൊരു ജോലി വാങ്ങിയിട്ട് ആങ്ങളെയും നാത്തൂനെയും കാണുവാൻ ഞാൻ വരണം. ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.